നമ്മുടെ എസ് എസ് സിയുടെ പുതിയൊരു അപ്ഡേറ്റും കൂടി നിലവിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. എസ് എസ് സിൻ്റെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ റിസൾട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. 27-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആർമീൻ്റെ തന്നെ ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കുള്ള ഒരു അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഇത് ഇന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നോട്ടീസ് കാണാനായിട്ട് സാധിക്കും. ആ ഒരു നോട്ടീസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എത്ര പേര് പാസ്സായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, അവൈലബിൾ കാൻഡിഡേറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഫസ്റ്റ് ലിസ്റ്റ് 2-3 ലിസ്റ്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഏതൊക്കെ ലിസ്റ്റ് എങ്ങനെയൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ ഒട്ടാകെ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. സോ ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ലിസ്റ്റ് 1 എന്ന് പറയുന്നത് LDC അതുപോലെ JSA ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റുകളുടേതാണ് ലിസ്റ്റ് 1. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജനറലിന് വേണ്ടിയുള്ള 144 മാർക്ക് അതിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോരോ വിഭാഗത്തിന് വേണ്ടിയുള്ള കട്ട് ഓഫ്, അതിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ബാക്കിയുള്ള പോസ്റ്റ് ലിസ്റ്റ് 2-ലാണ് വരുന്നത്. DEO അതുപോലെ തന്നെ DEO ഗ്രേഡ് A തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റൽ മിനിസ്റ്റീരിയൽ മെൻഷൻ ആൻഡ് പാരാഗ്രാഫ് 8.1 വന്നിട്ടുള്ളത്. അത് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. സയൻസ് സ്ട്രീമൊക്കെ DEO സയൻസ് സ്ട്രീമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിലെത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം, ഇത് +2 ആണ് കേട്ടോ ഇതിൻ്റെ മിനിമം യോഗ്യത. കാരണം കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷനാണിത്. അപ്പം +2 ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ ബാക്കിയുള്ള പോസ്റ്റ് DEO ഗ്രേഡ് ഉള്ള പോസ്റ്റുകൾ പാരാ 8.1 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതർ ദാൻ സയൻസ് സ്ട്രീമിലൊക്കെ ഉള്ളവർക്ക് വന്നിട്ടുള്ളതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് SSCൻ്റെ പേജിൽ ഇപ്പോൾ നമ്മൾ കാണിച്ചതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഇനി നമുക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ നേരത്തെ നമ്മൾ വന്നതുപോലെ SSCൻ്റെ ഫ്രണ്ട് പേജിൽ, അതായത് ഹോം പേജിൽ വരുന്നു. അതിനുശേഷം റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. മൊബൈൽ ഫോൺ ആകുന്ന സമയത്ത് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും കേട്ടോ. വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിസ്റ്റ് 1 വന്നിട്ടുണ്ട്. ഈ 1-ൽ ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ റിസൾട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. സോ ആ ഒരു റിസൾട്ട് നമ്മൾ വ്യൂ ചെയ്ത് നോക്കുകയാണ്. അത്യാവശ്യം ലോഡിംഗ് ടൈം ഇവിടെ ഉണ്ട്. അത്യാവശ്യം വലിയ ലിസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ലോഡിംഗ് ടൈം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മുടെ സ്റ്റോർ ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ടീമിന് മെസ്സേജ് അയച്ച് അവർ അയച്ചു തരുന്ന സമയം വരെ ലാഭിച്ചിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ടീമിന് തന്നെ നിങ്ങൾ സാധാരണ പർച്ചേസ് ചെയ്യുന്ന ഒരു മെത്തേഡിലും ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. കുറച്ചുകൂടെ വേഗത്തിൽ പലർക്കും കിട്ടാത്തതിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം കൂടി ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു സംഭവം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിസ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. 10+2 കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ ഫസ്റ്റ് ലിസ്റ്റാണിത്. അപ്പം ബാക്കിയുള്ള ലിസ്റ്റുകളും ഇതുപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു സെർച്ച് ബാർ ഉണ്ടാവും. അവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് വരുന്ന റോൾ നമ്പർ ഉണ്ട്, പിന്നെ ഉദ്യോഗാർത്ഥിൻ്റെ നെയിം ഉണ്ട്, സോണിയ എന്ന് പറയുന്നൊരു ഉദ്യോഗാർത്ഥി. പിന്നെ ആ ഉദ്യോഗാർത്ഥിന് തന്നെ ഫാദറിൻ്റെ നെയിം, പിന്നെ മദറിൻ്റെ നെയിം, പിന്നെ ബാക്കി ഉദ്യോഗാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് സെർച്ച് ചെയ്യാം. ഏറ്റവും നല്ലത് റോൾ നമ്പർ സെർച്ച് ചെയ്യുന്നതാണ്. റാങ്കുകൾ ഓരോരോ റാങ്കുകളല്ല, ഓരോരോ ഓർഡറിൽ ഇവിടെ കൊടുത്ത് 1, 2 എന്നുള്ള രീതിയിൽ ഓർഡറിൽ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 37,510 പേരാണ് ഫസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആദ്യ ലിസ്റ്റിൽ 37,000-ൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 37,500-ൽ കൂടുതൽ പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സോ അടുത്ത ലിസ്റ്റും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ടോട്ടൽ എത്ര പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാലോ. SSC എന്ന് പറയുന്നത് ഒരുപാട് പേര് ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് ഫൈനൽ ലിസ്റ്റിലെത്തുമ്പോൾ തീർച്ചയായിട്ടും കുറയും. എത്രയാണോ വേക്കൻസി അതിന് ആനുപാതികമായിട്ട് അവർ ആളെടുക്കത്തുള്ളൂ. ആ ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും ജോലി ലഭിക്കുകയും ചെയ്യുന്നുള്ളതാണ് നമ്മുടെ SSCൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് SSC അല്ല RRB ആണെങ്കിലും UPSC ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ട് അല്ലെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇനി നമുക്ക് ഇവിടുന്ന് ലിസ്റ്റ് 2 നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇത് ലിസ്റ്റ് 2 ആണ്. ഇത് ടയർ 1 എന്നായിരുന്നു കേട്ടോ. ഇത് ലിസ്റ്റ് 1 അതുപോലെ ലിസ്റ്റ് 2. അപ്പോൾ ഇവിടുന്ന് റിസൾട്ട് ലിസ്റ്റ് 2 നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ലിസ്റ്റ് 1, 2 എന്നുള്ളത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. സോ ഇതിൽ 614 പേരാണ് ലിസ്റ്റ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ലിസ്റ്റ് 3 കൂടിയുണ്ട്. ഇതാണ് ലിസ്റ്റ് 3. അതിലേക്കും കൂടി നമുക്ക് കിടക്കാവുന്നതാണ്. ലിസ്റ്റ് 3-ലേക്ക് വരുന്ന സമയത്ത് അതും നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഏകദേശം 38ഓളം പേജുകളിലായിട്ടാണ് ഈ ലിസ്റ്റ് 3 വന്നിട്ടുള്ളത്. അതിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 1766 പേരാണ് ഈ ഒരു ലിസ്റ്റ് 3-ലായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഉദ്യോഗാർത്ഥികൾ തന്നെ, അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരെങ്കിലും സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതായി ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. പിന്നെ ഈ ലിസ്റ്റ് ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ നേരത്തെ നമ്മൾ PDF-ൻ്റെ
ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ടെലിഗ്രാം ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റിന് വേണ്ടിയുള്ള ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഓരോ ലിസ്റ്റുകൾ, ഇത് 2-3 ലിസ്റ്റ് ഉള്ളത് കൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നില്ല. ഒറ്റയടിക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ലിസ്റ്റ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒറ്റയടിക്ക് നോക്കി കാണാനും അതുപോലെ ഓരോന്ന് ഡൗൺലോഡ് ചെയ്ത് ഏതൊക്കെയാണ് ആവശ്യമെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനും സാധിക്കും. പിന്നെ ഇന്നലെയുള്ള കുറേ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ഇന്നലത്തെ ആർമി നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. ബാക്കിയുള്ള അപ്ഡേറ്റും ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക്